അയൽക്കൂട്ടത്തിന്റെ ഉടമസ്ഥ നീയാണെന്ന് നിനക്കൊരു വിചാരം ഉണ്ടടി? ഞാൻ തന്നെയാണ് നടക്കും, ഞാൻ കാണിച്ചു തരാം. അത് എനിക്ക് അറിയാടി. നിന്റെ ഈ ഭരണം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. നീ കൊറേ പ്രശ്നം ഉണ്ടാക്കും, കാണിച്ചു തരാടി. നീ എന്തോ കാണിക്കും? നീ എന്ത് കാണിക്കും? നീ കാണിയടി. ഞാൻ കാണിച്ചോണ്ടിരിക്കുവോ? എന്റെ പ്രശ്നം ഞാൻ നിനക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാടി. ഞാൻ ലില്ലിക്ക് എന്ത് ചെയ്ത് കൊടുത്തതാണ് നീ പറയണത്? മണിയല്ലേടി നിന്റെ ലാഭത്തിന്റെ വിഹിതം മൊത്തം അവർക്ക് എഴുതി കൊടുത്തത്. വിട്ടങ്ങോട്ട്. എന്ത് ലാഭവിഹിതം ആർക്ക് എഴുതി കൊടുത്തു? അന്ന് കൃത്യമായിട്ട് കണക്ക് ഞാൻ എല്ലാവരെയും കാണിച്ചതാ, ഇല്ലേ? എന്നിട്ട് ഇപ്പൊ കള്ളക്കണക്ക് എഴുതി. കള്ളക്കണക്ക് എഴുതി കൊടുത്ത് കണക്കായി പോയി. നിന്നെ ഞാൻ ഒന്നേ നോക്കി വെച്ചേക്കണതാ. നീ ഒറ്റ ഒരാൾ കാരണമാണ് ആ സാരി പ്രശ്നം അത്രയും കുളമായത്. അത് ഞാൻ കാരണം. നിന്റെ ഭർത്താവ് ചീത്തപ്പേരുണ്ടാക്കിയപ്പോ നീ ഭർത്താവിനെ പറഞ്ഞോണ്ടല്ലോ. നിന്റെ ഭർത്താവ് ചീത്തപ്പേരുണ്ടാക്കിയപ്പോ നീ ആലോചിക്കാത്തടി. നീ നിന്റെ വീട്ടുകാരുണ്ടാക്കി അത്രയും ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കി. എന്റെ വീട്ടുകാരെ അയ്യോ, നീ അങ്ങ് കാണിച്ചങ്ങ് കുറെ ഉണ്ടാക്കും. നീ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ രാഷ്ട്രീയക്കാരാണ്. അത് വലിയ രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നീ നിങ്ങൾ കാണിക്കുന്നത് കുറെ പെണ്ണുങ്ങളുണ്ട് നാട്ടുകാരാണ് പറയിപ്പിക്കാൻ വേണ്ടി. അതിലൊക്കെ ആളാണെന്ന് നിങ്ങൾക്ക് വിചാരമില്ലേ? എന്തോ തങ്കു ഇത്? എന്തോ എനിക്ക് അറിയില്ല എന്റെ പൊന്ന് തമ്പിയണ്ണ. ഞാൻ പറയുന്നുണ്ട് ബഹളം ഉണ്ടാക്കല്ലേ. അറിയൂല. നിങ്ങൾ കൂടുതൽ നാക്കരുത് കേട്ടോ. തൊഴിലുറപ്പാണ്. അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് കുറയണം ഇങ്ങനെ കൂടിയിട്ട് തന്നെ നുണ പറച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തല്ലും. തൊഴിലുറപ്പിന് പോയാലോ മൂക്കെടുത്ത് നിങ്ങൾ തെങ്ങിൻചോട്ടി കിടന്ന് ഉറങ്ങും. ഇതെന്നാ ജീവിതം ഇത്? ഒരു മര്യാദയില്ലാത്ത പെണ്ണുങ്ങൾ ഈ അയൽക്കൂട്ടം തൊഴിലുറപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാ. അതെങ്ങനെയാ നിങ്ങളെപ്പോഴുള്ള കുറയണം ഈ പ്രസ്ഥാനം മുട്ടിച്ച് മൂച്ചുകൂടെ വരുത്തിക്കളയും. നടക്കുന്നു കുറയണം. നിങ്ങൾ നാക്കട്ടത്. ഞാൻ അങ്ങ് ഇരിക്കുമ്പോൾ ഞാൻ കേട്ടു കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കും, ഇവിടെ ആണുങ്ങളുള്ള വീടാ. ഇനി സംസാരിച്ചാൽ നാക്കോട്ടല്ലോ. ഞാൻ കൊടിനെ പിടിച്ചിട്ട് വലിച്ചെടുത്ത് ചവിട്ടി പിടിച്ച് ഞാൻ തന്നാലാ. എനിക്ക് നിങ്ങൾ അറിയത്തില്ല. ഞാൻ ഒരു നാടകം നടന്നാ. ഇവരിങ്ങനെ തന്നെ ഈ വർത്താനങ്ങള്. അതുകൊണ്ടാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. അവള് വലിയ കാണിച്ചു തരാം. എന്നാ പെണ്ണുങ്ങളാണോ? അയ്യോ ഇന്നിനിയിപ്പോ മീറ്റിംഗ് നടക്കൂലല്ലോ. എന്നാ പൊക്കോ. ലില്ലിയും കൂടി വന്നിട്ട് ചേരാം. അടുത്ത ആഴ്ച ചേരാം. എന്നാ പൊക്കോ ചേച്ചി.